ആദിയെ വശീകരിക്കാൻ ആതിര മംഗളപ്പച്ചി നൽകിയ കൈവിഷമരുന്ന് ആദിക്ക് കൊടുത്തു. അയ്യോ, എന്നിട്ട് ഈശ്വര, എന്തൊക്കെ ഇവിടെ നടക്കുന്നു? ഇതിനൊക്കെ കൂട്ടു നിൽക്കാൻ ദുർഗേച്ചിക്ക് എങ്ങനെ കഴിയുന്നത്? ആദ്യമോൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിലോ? അതാ അമ്മ എനിക്കും തോന്നിയത്. ഇങ്ങനെയുള്ള മരുന്നൊക്കെ ചുമ്മാ ഭക്ഷണത്തിൽ കലർത്തി കൊടുത്താ ജീവന് തന്നെ ആപത്തുണ്ടാവില്ലേ? ഇവിടെ വന്നതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. ആതിര ഇങ്ങനെ ഓരോന്നും ചെയ്യാൻ തുടങ്ങിയ നമ്മൾ എന്താ ചെയ്യാ? ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ആദ്യമോനെ വിവരം അറിയിക്കണം. ആതിര നൽകുന്ന ഒരു ഭക്ഷണവും കഴിക്കരുതെന്ന് പറയണം. അതെങ്ങനെ നടക്കും? ആതിര ആ വീട്ടിലല്ലേ. ആദിയുടെ ഭക്ഷണത്തിൽ അവൾക്ക് എപ്പോ വേണമെങ്കിലും എന്തും ചേർക്കാലോ. എല്ലാത്തിനും ദുർഗാമ്മയുടെയും പിന്തുണയുണ്ട്. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ആദ്യമോന് ഒരു ആപത്തുണ്ടാവാൻ പാടില്ല. നമ്മൾ ഇതും പറഞ്ഞ് അവിടെ ചെന്നാല് എന്താ ഉണ്ടാവാൻ പോവെന്നറിയാലോ. ആദിയുടെ കാര്യത്തിൽ അനാവശ്യമായി അമ്മയും ഞാനും ഇടപെടുന്നു എന്ന് പറഞ്ഞ് ദുർഗാമ്മ മാമന്റെ അടുത്ത് പറയും. അമ്മയും മാമനെയും വീണ്ടും ശത്രുക്കളാക്കും. കുറെ നാളത്തെ വഴക്കിന് ശേഷം മാമൻ ഇപ്പോഴാ അമ്മയോട് കുറച്ചെങ്കിലും അടുപ്പം കാണിക്കുന്നത്. അതില്ലാതാക്കണോ? അതൊക്കെ ശരിയായിരിക്കാം. ആദിയുടെ ആരോഗ്യത്തിലും ആയുസ്സിലും ശ്രദ്ധിക്കേണ്ടത് മറ്റാരെക്കാളും എന്റെ കടമയാ. ഇതറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കുന്നത്? നമുക്ക് അങ്ങോട്ട് പോവാം. ഇനിയും കൈവശവും ക്ഷുദ്രപ്രവൃത്തികളും ചെയ്യാനാണ് ഭാവമെങ്കിൽ പോലീസിൽ അറിയിക്കുന്നു പറയണം. ഇത്തരം പ്രവൃത്തികളെ നമ്മുടെ രാജ്യത്ത് വലിയ ശിക്ഷ കിട്ടുന്ന പ്രവൃത്തികളാ. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നും ചിന്തിക്കണ്ട. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ആപത്താണ്. അവർക്ക് അവരുടെ വാശി ജയിച്ചാ മതി. അതിനുവേണ്ടി എന്ത് വഴിയും തേടും. നമ്മൾ അങ്ങനെയാണോ? ആദ്യം എന്റെ മോനാ. പ്രിയാന്റിയുടെ ജീവന് അച്ഛൻ കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് എനിക്കറിയാം. പക്ഷെ അച്ഛാ, ഞാനും തുളസിയും തമ്മിലുള്ള ബന്ധം എന്താ നീ പറയുന്നത്? ഞാനും പ്രിയയും തമ്മിലുള്ള ബന്ധം? അപ്പൊ നിനക്കൊരു ബന്ധവുമില്ലേ? നിന്റെ ആരും അല്ലേ പ്രിയ? അച്ഛാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. നീ എന്നോടൊന്നും പറയണ്ട. നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ എടുക്കേണ്ട നിലപാടുകളുണ്ട്. തിരുമേനിയിൽ നിന്ന് നീയും തുളസിയും തമ്മിലുള്ള വിവാഹം നടന്നാൽ തുളസിയുടെ അമ്മയ്ക്ക് ആപത്ത് സംഭവിക്കുമെന്നും അറിഞ്ഞപ്പോ മുതൽ ഞാൻ അനുഭവിച്ചൊരു ടെൻഷനുണ്ട്. നിന്നെക്കുറിച്ചും തുളസിയെക്കുറിച്ചും ഓർത്തുണ്ടായ എന്റെ സങ്കടം അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ഒരാൾക്കും അത് മനസ്സിലാവൂല്ല. എടാ, നിനക്കറിയോ ഞാൻ എന്തുമാത്രം ടെൻഷൻ അനുഭവിച്ചു? എടാ, ഇല്ലാത്ത ദേഷ്യം പ്രകടിപ്പിച്ച ഞാൻ തുളസിയുടെ മുമ്പിൽ നിന്ന് നെഞ്ചി തകർന്ന് അഭിനയിച്ചു. പ്രിയോട് ദേഷ്യം കാണിച്ചു. നിന്നോട് തുളസിയുമായുള്ള ബന്ധത്തിൽ നിന്ന് അകലണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാം എന്റെ കൂടപ്പറപ്പിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ കാരണം അവൾക്കൊന്നും സംഭവിച്ചൂടാ. ആ ചിന്തയായിരുന്നു എനിക്ക്. അച്ഛൻ ഇത്രമാത്രം ടെൻഷനിലായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെ കുറിച്ച് ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ പുച്ഛം തോന്നാറുണ്ട്. അങ്ങനൊരു സാഹചര്യം വന്നാ അവള് സ്വയം ഒഴിവാവും. ചിലപ്പോ ഈ ഹൃദയത്തിന് അസുഖമുള്ളതുകൊണ്ടേ
ടെൻഷൻ വന്ന അവൾക്ക് അങ്ങനെ സംഭവിച്ച എനിക്ക് സഹിക്കാൻ കഴിയില്ലാതെ. അച്ഛാ, പ്രിയാന്റിയെ ഞാൻ എന്നും കണ്ടിട്ടുള്ളത് എന്റെ അമ്മയുടെ സ്ഥാനത്താ. പ്രിയാന്റിക്ക് അടുത്തായിരിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ശാന്തതയും സമാധാനവും അതൊക്കെ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയൂ. പക്ഷെ ഞാൻ തുളസിയെ അത്രമാത്രം ഇഷ്ടപ്പെട്ടു പോയി അച്ഛ. എനിക്ക് അവളെ നഷ്ടപ്പെടാൻ വയ്യ. ഏറ്റവും വലിയ ഗതികേടില്ല ഞാനും. എന്റെ മകന്റെ ജീവിതത്തിനും എന്റെ സഹോദരിയുടെ ജീവനും ഇടയിൽ ആരുടെ ഭാഗത്ത് നിൽക്കും? എവിടെ തൊട്ടാലും കൈപൊള്ളുന്നൊരവസ്ഥ. എന്ത് ചെയ്താലും ഒരാളില്ലാതാവും. ആരായിരിക്കണം, ആർക്കായിരിക്കണം? ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ സഹോദരിയെ നഷ്ടപ്പെടുത്തണം? അതോ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യമായിട്ട് കരുതുന്ന എന്റെ മകന്റെ ജീവിതത്തിന് വേണ്ടി നിൽക്കണം? രാജവർമ്മ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ആദിത്യനോട് പറഞ്ഞാലോ മോളെ? വെറുതെ പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ലല്ലോ അച്ഛാ. ആദ്യം അത് വിശ്വസിക്കണ്ടേ? നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന തെളിവ് ആ ഫോൺ റെക്കോർഡിംഗ് ആയിരുന്നു. അത് കേൾപ്പിച്ചിരുന്നെങ്കിൽ ആദ്യം വിശ്വസിച്ചേനെ. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലില്ലല്ലോ. പിന്നെ മാമൻ ഇത്രയും നാളായിട്ടും അവനോട് ഇക്കാര്യം പറഞ്ഞിട്ടുമില്ല. ആദ്യം പ്രസയും പുറത്തൊരിടത്തുനിന്ന് സംസാരിക്കുന്ന കണ്ടെന്ന് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. അത് ഇക്കാര്യമായിരിക്കുമെന്ന് നമുക്കെങ്ങനെ വിചാരിക്കാനാവുക? വീട്ടിൽ വെച്ച് പറയാനാവാത്ത കാര്യമായതുകൊണ്ടാണല്ലോ മറ്റാരും ഇല്ലാത്തടത്ത് വന്ന് സംസാരിക്കുന്നത്. അത് മറ്റൊന്നും ആയിരിക്കില്ല, ഇത് തന്നെ ആയിരിക്കും. ആദ്യം രാജവർമ്മയുടെ കള്ളത്തരത്തിൽ വിശ്വസിച്ചാൽ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കാനേ നോക്കൂ. പ്രിയയെ അവൻ അവന്റെ അമ്മയുടെ സ്ഥാനത്താ കാണുന്നത്. പ്രിയയ്ക്ക് ആപത്തുണ്ടാവുന്ന ഒരു കാര്യവും അവൻ ചെയ്യില്ല. അവൻ മോളിൽ നിന്നും ഞങ്ങളിൽ നിന്നും അകൽച്ച കാണിക്കും. അവന്റെ അകൽച്ച എനിക്കും പ്രിയയ്ക്കും സഹിക്കാനാവില്ല മോളെ. സത്യങ്ങൾ നമുക്കും അറിയാലോ അച്ഛാ. ആ സത്യങ്ങൾ അവനും അറിയണം. ആദ്യത് ദുർഗമ്മയോട് ചോദിച്ച് വഴക്കുണ്ടാക്കിയാലോ? ദുർഗമ്മയെ രാജവർമ്മയും കൂടി ഉണ്ടാക്കിയ കള്ളമാണിതെന്ന് മാമനോട് പറഞ്ഞാലോ? ഇതിന്റെ ഒന്നും ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അച്ഛാ. ചിലപ്പോ പിന്നീട് ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റാത്ത തരത്തില് എല്ലാം ചെന്ന് അവസാനിച്ചൊന്നും വരും. തൽക്കാലം അവൻ ഇക്കാര്യം അറിഞ്ഞു നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. അതല്ലേ അച്ഛാ നല്ലത്? അതെ, പക്ഷേ നമ്മൾ അറിഞ്ഞിട്ടും പറഞ്ഞില്ല എന്ന് ആദ്യം കരുതരുത്. ഏയ്, അങ്ങനെ അവൻ തെറ്റിദ്ധരിക്കില്ല. പിന്നെ നമ്മൾ പറയുമ്പോ അവന് നൽകാനുള്ള തെളിവും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഓരോ ദിവസം കഴിയുന്തോറും ദുർഗേച്ചിക്ക് തുളസിയോടുള്ള ശത്രുത കൂടി വരികയും ചെയ്യുന്നു. ആ നിലയ്ക്ക് ജയനും പ്രിയയും ആഗ്രഹിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. അല്ല, ആദിത്യൻ തുളസി വിവാഹം ചെയ്യുന്നായിരുന്നല്ലോ നിങ്ങളുടെ പ്രതീക്ഷ? അതെ ഡോക്ടർ, അങ്ങനെ അവനെ ഞങ്ങൾക്ക് മകനായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ
ഇപ്പൊ എല്ലാം നഷ്ടാവുക. രക്തബന്ധത്തിൽ പിറന്ന നമ്മുടെ മകൻ കൺമുന്നിൽ വളർന്നിട്ടും നമ്മുടേതെന്ന അവകാശമില്ലാതെ എത്ര നാള് മുന്നോട്ട് പോവാനാവും? ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്ന് എന്താ വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാ മതി. ഞാൻ എന്തിനും തയ്യാറാ. ഇതിപ്പോ നിങ്ങളുടെ മാത്രം ആവശ്യമല്ല. എന്റെ മനസാക്ഷിയുടെ മുൻപിൽ എനിക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ ഈ സത്യം ആദിത്യനും തുളസിയും കൃഷ്ണപ്രസാദും ദുർഗയും എല്ലാവരും അറിഞ്ഞേ പറ്റൂ. എന്ത് വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. തുളസി വന്നല്ലോ. തുളസി, ഇതെവിടെ പോയിരുന്നത്? തുളസിയെ കാണാൻ പറ്റിയത് നന്നായി. ഡോക്ടർ വന്നിട്ട് കുറെ നേരമായോ? കുറച്ചു സമയമായുള്ളൂ. എന്താ പെട്ടെന്ന് തിരിച്ചു പോന്നേ? ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നതായിരുന്നു. ഇങ്ങോട്ട് വാ. ദുർഗാന്റി, ഇതാണ് ശിവയോഗി. ഞാൻ വിചാരിച്ചു ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ കഴുത്തിൽ പാമ്പൊക്കെ ഉണ്ടാവുമെന്ന്. മിണ്ടോരടി, കളിയാക്കണ്ട. ശിവഭഗവാന്റെ ഉപാസകന. കളിയാക്കിയാലേ ഫലം വേറെയാ ഉണ്ടാവാൻ പോന്നു. മനസ്സുകൊണ്ട് മാപ്പ് അപേക്ഷിക്ക. ഞാൻ അറിയാതെ പറഞ്ഞതാണ് ശിവഭഗവാനെ. മാപ്പാക്കണം. എന്റെ ആദ്യേട്ടനെ കല്യാണം നടക്കണം. അതിനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ മംഗളാപ്പച്ചി പറഞ്ഞനുസരിച്ച് ഹിമാലയത്തിലൊക്കെ തപസ്സിരുന്ന വലിയ ശക്തി ആർജിച്ച ആളാ. നമ്മളെ മനസ്സിൽ ചിന്തിക്കുന്നത് വായിച്ചെടുക്കാൻ കഴിവുള്ള ആളാ. ആണോ? ഓ, ശോ. ആതിര മംഗല്യം. അതെ സ്വാമി. ക്ഷേത്രത്തിന് 7 വലം വെച്ച് വന്നോളൂ. ഒറ്റയ്ക്ക് വേണം അടിപ്രദക്ഷിണം ചെയ്യാൻ. മുടക്കം വരരുത്. ശരി സ്വാമി. പറയടി. ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞത്? ഇനിയും ജോത്സ്യനെ പോയി കാണാനോ? എടാ, ഇത് ജോൾസിനൊന്നും അല്ല, ഈശ്വര ചൈതന്യമുള്ള യോഗിയാ. ശിവയോഗികളെന്ന് വിളിക്കും. നിന്നെയും കൂട്ടി പോകാൻ അമ്മ പറഞ്ഞു. പ്രിയാന്റി പറഞ്ഞെങ്കിൽ പോവാതിരിക്കുന്ന എങ്ങനെയാ? നീ ഒരു കാര്യം ചെയ്യ്, റെഡിയായി നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ശരിടാ. ഓക്കെ. ആദ്യമോൻ എന്താ പറഞ്ഞ മോളെ? അമ്മ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോ തന്നെ ചെക്കൻ ടീം ആണോ? പ്രിയ വല്ല കൈവശം കൊടുത്തിട്ടുണ്ടോ ഇത്ര അനുസരണയുള്ള കുഞ്ഞാടാവാനായിട്ട്? അല്ലെങ്കിലും ആദിക്ക് പ്രിയെ കാണുമ്പോ മുഖത്ത് വല്ലാത്തൊരു തിളക്ക. ഞാനും അത് ശ്രദ്ധിച്ചു. ആ ബുദ്ധിമോശമാണ് നിങ്ങളിപ്പോ വളർത്തിയ നിങ്ങളുടെ മകൻ ആദി. ഒരിക്കലും ആരും ചെയ്യാത്ത ത്യാഗം പ്രിയ ചെയ്തു. ഡോക്ടർ ഇപ്പൊ ആലോചിച്ചത് ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ എന്നല്ലേ? സാമാന്യ ബുദ്ധിയുള്ള ആരും അങ്ങനെ ചിന്തിക്കും. എന്തായാലും അന്നത്തെ ആശുപത്രിവാസത്തോടെ ഇഹലോകത്തിൽ എനിക്കിപ്പോ ഒരു ശത്രു ഉണ്ടായി. ശത്രു? അതാരാ?
അന്ന് പ്രിയയുടെ വയറ്റിൽ ജനിച്ചവൾ തുളസി. അവള് ജനിച്ചത് തന്നെ ഭാഗ്യദോഷവുമായിട്ടാ. എത്ര സ്നേഹത്തോടെയാണെന്നറിയോ ഞാനും പ്രിയയും ജീവിച്ചിരുന്നത്. തുളസിയുടെ തല കണ്ടതോടെ ഞങ്ങൾ ശത്രുക്കളായി. അന്നു മുതൽ ഇന്ന് വരെ അവളെന്റെ ശത്രുവാ. തുളസി നിങ്ങളുടെ മകളാ, സ്വന്തം രക്തത്തിൽ പിറന്ന മകൾ. എന്നോട് ഈ കുറഞ്ഞ കാലത്തിനിടയിൽ എന്തുമാത്രം ക്രൂരത അവള് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ ഡോക്ടർക്ക്? അവള് ചെറിയ കുട്ടിയല്ലേ? ചെറിയ കുട്ടി, അതാ അവൾക്ക് എല്ലാരും ചേർന്ന് വളം വെച്ച് കൊടുക്കുന്നത്. എല്ലാവരും ചെറിയ കുട്ടിയെന്നൊക്കെ പറയുന്നു, പക്ഷെ കയ്യിലിരിപ്പുണ്ടല്ലോ ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്തതാ. ഡോക്ടർ അവളോടൊന്ന് സംസാരിച്ചു നോക്കണം, അപ്പൊ അറിയാം തനി സ്വഭാവം. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ, അപ്പൊ മനസ്സിലായി കാണുമല്ലോ. എനിക്ക് മോശക്കാരിയായിട്ടൊന്നും തോന്നിയില്ല. അത് ഡോക്ടർ അവളോട് കൃത്യമായിട്ട് സംസാരിക്കാത്തതുകൊണ്ടാ. എന്റെ കാര്യം എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ അവൾ എതിർത്ത് സംസാരിച്ചനെ. അല്ല, ഡോക്ടറിനോട് വേറെ വിശേഷമൊന്നും ചോദിച്ചില്ല. ഡോക്ടർ ഇവിടെ ശിവയോഗിയെ കാണാൻ വന്നതാണോ? അതെ, മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത. അദ്ദേഹത്തെ ഒന്ന് കണ്ട് സംസാരിച്ച അത് മാറുമെന്ന് പലരും പറഞ്ഞു. പുറത്ത് പറയാൻ പറ്റാത്ത പലതും മനസ്സിൽ കെട്ടി നിൽക്കുന്നുണ്ട്. ആ ഭാരം മനസ്സിൽ നിന്ന് ഇറക്കി വെക്കണം. നല്ലതാ ഡോക്ടറെ, ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത്. അത് നമുക്ക് വേറെയും രോഗങ്ങൾ ഉണ്ടാക്കും. എന്താണോ ഉള്ളിലുള്ളത് അതെല്ലാം ശിവയോഗിയുടെ മുമ്പിൽ തുറന്നു പറയാം. അദ്ദേഹം എല്ലാത്തിനും ഒരു പരിഹാരം തരും. ദുർഗാ മാഡം എന്താ ഇവിടെ വന്നത്? എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമുണ്ടോ? ഡോക്ടറുടെയും വക്കീലിന്റെയും മുമ്പിൽ കള്ളം പറയരുതെന്നാണല്ലോ. ഞാൻ വന്നതിന്റെ കാരണം ആദ്യം പറഞ്ഞത് തന്നെയാ. ആ നാശം പിടിച്ച തുളസിയിൽ നിന്നും രക്ഷ നേടണം. ഇവളും പ്രദക്ഷിണം ചെയ്യാണല്ലോ. ആ കള്ള സ്വാമി എന്നെ പറഞ്ഞ് പറ്റിച്ചതാന്ന് തോന്നുന്നത്. ആദ്യേട്ടനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവള് നടത്തുന്ന പൂജ എന്തിനായിരിക്കും? ഇതിപ്പോ തന്നെ തടയണം. വേഗം പോയി ദുർഗേന്റെയോട് പറയാം. പ്രദക്ഷിണം പൂർത്തിയാക്കിയോ? പൂർത്തിയാക്കി സ്വാമി. മംഗളം ഭവിക്കും. നിങ്ങളുടെ വിവാഹം ഉടനെ നടക്കും. നിന്റെയും തുളസിയുടെയും വിവാഹം നടന്ന തുളസിയുടെ അമ്മയ്ക്ക് ജീവൻ നഷ്ടമാവും. ചില വ്രതങ്ങൾ എടുക്കണം. മനസ്സിൽ ശിവപാർവതിമാരെ പ്രാർത്ഥിക്കണം. 1008 ശിവമന്ത്രങ്ങൾ ചൊല്ലി വ്രതമെടുത്ത് ഏകാദശി നാളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന കനലാട്ടത്തിൽ പങ്കുകൊള്ളുക. വ്രതം കഠിനമായി തോന്നാം. ക്ലേശമില്ലാതെ വിജയമില്ലെന്ന് ഓർത്തുകൊള്ളുക. പരീക്ഷണങ്ങളെ നേരിട്ടവരാണ് എല്ലാം നേടിയിട്ടുള്ളവർ. പിന്തിരിഞ്ഞു പോകുന്നവർക്കുള്ളതല്ല യുദ്ധഭൂമി. പോയി വരൂ. നീ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞ? എന്താടാ? അത് ചില പ്രശ്നങ്ങൾ നിന്നോട് പറയണമെന്ന് തോന്നി. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? നമുക്ക് തമ്മിൽ അറിയാത്ത എന്ത് കാര്യങ്ങളുള്ളത്? കുറച്ചു നാളായി ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട്. നിന്നോട് പറയാൻ കഴിയാത്തോണ്ട് പറയാതിരുന്നതാ. ഓ, മനസ്സിലായി. എന്ത് മനസ്സിലായി? നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ച എന്റെ അമ്മയ്ക്ക് ആപത്ത് സംഭവിക്കും. അതല്ലേ പറയാൻ വന്നത്? അത് നിനക്കെങ്ങനെ മനസ്സിലായി? ദിവ്യ ദൃഷ്ടിയെന്നോ ദിവ്യജ്ഞാനമെന്നോ എന്ത് വേണമെങ്കിലും നിനക്കിതിനെ പറയാം. വേണമെങ്കിലേ ഭാവി പ്രവചിക്കാൻ കഴിവുള്ള ദിവ്യയാക്കി 10 കാശുണ്ടാക്കാം.
എന്താടാ അന്ത വിട്ട് നിൽക്കുന്നേ? നീ ഇത്ര ഭയങ്കരയാണല്ലോന്നാ ഞാനിപ്പോ ചിന്തിച്ചത്. സ്വന്തം അമ്മയെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടും ഒരു കൂസലില്ലാതെ നിൽക്കുന്ന കണ്ടില്ലേ? എങ്ങനെ സാധിക്കുന്നില്ല നിനക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ? ഇതറിഞ്ഞപ്പോ മുതലേ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി ഒരു നശിച്ച സ്വപ്നം കൂടി കണ്ടതോടെ ഒന്നും പറയാൻ വേണ്ട. വിശ്വാസം ആവാം, പക്ഷെ അന്ധവിശ്വാസം വേണ്ട. എന്നുവെച്ചാ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നാണോ? എടീ, രാജവർമ്മ ഇക്കാര്യം അച്ഛനോട് പറഞ്ഞത്. ജ്യോതിഷത്തിലെ വലിയ പാണ്ഡിത്യവും സംസ്കൃതത്തിലെ അറിവുള്ള ആളാ ഈ രാജവർമ്മ. അദ്ദേഹത്തിന്റെ വാക്ക് ഒരിക്കലും പിഴക്കില്ല. പിഴക്കില്ല എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് നമ്മൾ വിവാഹിതരായ ആപത്ത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന് അതല്ലേ നീ പറഞ്ഞതിനർത്ഥം? അതെ. അവക്ക് ആപത്ത് വരാൻ വേണ്ടി പ്രാർത്ഥനയും വഴിപാടും നടത്തുന്നതിന് പകരം അവക്ക് ആപത്ത് നമ്മളായിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത്? വെറുതെ എന്തിനാ ഈ കാശ് മുടക്കി ദൈവത്തിന് കൂട്ടുപിടിക്കുന്നേ? നമ്മളായിട്ട് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ഇതുവരെ അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. കഠിനമായ പൂജയിലൂടെ തുളസിയുടെ നാശം എനിക്ക് കാണണം. ദുർഗാദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് മുകളിൽ കാന്താരി മുളക് തേച്ച് ഒരു പ്രയോഗമുണ്ട്. പിന്നെ തുളസി കിടന്ന് നീറും. ദുർമന്ത്രവാദമാണോ? ആഭിചാരക്രിയ. അതിന് ഞാൻ തയ്യാറായി കഴിഞ്ഞു. തുളസിയുടെ നാശം അത് മാത്രമേ എന്റെ മനസ്സിലിപ്പോ ഉള്ളൂ. എന്നാലും ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോ ചില നല്ല കാര്യങ്ങൾക്ക് ഇത്തരം കഷ്ടപ്പാടുകളൊക്കെ ചെയ്തേ പറ്റൂ. ശിവയോഗി കൽപ്പിച്ച വ്രതം പൂർത്തിയാക്കിയ ശേഷം ഒരു നേർച്ചയുണ്ട്. നേർച്ചയോ? ചുട്ടുപൊള്ളുന്ന തീക്കനലിലൂടെ നഗ്നപാതയായി നടക്കുക. ദുർഗേച്ചി, ചേച്ചിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? കനലിലൂടെ നടന്ന കാല് പൊള്ളി വെന്ത് നീറും. നീറട്ടെ, എന്റെ ഉള്ളു പൊള്ളി വെന്ത് നീറുന്നതിനേക്കാളും നല്ലതല്ലേ അത്? ദുർഗേച്ചി വെറുതെ ആവശ്യമില്ലാത്ത വ്രതവും നേർച്ചയൊന്നും നേരണ്ട. ആ കോച്ചാവള്ളി പോലത്തെ പെണ്ണിന് വേണ്ടി സ്വന്തം ശരീരം നശിപ്പിക്കല്ലേ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുള്ള പ്രാർത്ഥനയും തുടങ്ങി. ചേച്ചി, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ദേവി ഇത് വ്രതം ഈ നിമിഷം നിർത്തിക്കോ. തുടരാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതമല്ല എനിക്ക് വേണ്ടത്, തുളസിയുടെ നാശമാ. നീ വ്രതം എടുക്കാന്ന് പറഞ്ഞിട്ട് കുത്തി കേട്ടാണല്ലോ. എന്താടി കാണിക്കുന്നത്? നീയേ ആദ്യം വെള്ളം കുടിക്കും, എന്നിട്ട് സംസാരിക്കും. ഇല്ലെങ്കിൽ തൊണ്ടയെ കുടിക്കും ചത്തു. എന്താണ് നീ ഒളിച്ചിരുന്ന് കഴിക്കുന്നത്? വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യന്നിട്ട് ആദ്യട്ടാ, അതാ ഞാൻ ഇതൊക്കെ എടുത്ത് കഴിച്ച. അപ്പൊ നിന്റെ വ്രതോ? അത് രാത്രിയിലെ വ്രതം അല്ലല്ലോ, പകല് വ്രതം നോക്കിയാ മതിയല്ലോ. അതെ, രാത്രിയും പകലും വ്രതം നോക്കണം, എന്നാലേ ഉദ്ദേശിച്ച ഫലം കിട്ടും. വിശപ്പ് എനിക്ക് സഹിക്കാൻ പറ്റില്ല ആദ്യേട്ടാ. അതെ, ആദ്യേട്ടൻ എന്നെ ഇവിടെ കണ്ട കാര്യം ആരോടും പറയല്ലേ. പറയില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന കാര്യം നീയും ആരോടും പറയരുത്. ആദ്യേട്ടനും ഭക്ഷണം കഴിക്കാൻ വന്നാണോ? അല്ല. പിന്നെന്താ ഈ സമയത്ത് ഇവിടെ വന്നേ? അത് ഞാൻ വേറൊരു കാര്യത്തിന് വന്നതാ. വേറൊരു കാര്യത്തിനോ? അതെന്താ കാര്യം? അതൊക്കെ ഉണ്ട്. നീ കഴിച്ചു കഴിഞ്ഞില്ലേ? ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇതേ റൂമിൽ കൊണ്ടുപോയി കഴിക്കും. അപ്പൊ ആരും കാണില്ല. ആണോ? ഓ, ഗുഡ് ഐഡിയ, ഗുഡ് ഐഡിയ. താങ്ക് യു ആദ്യേട്ടാ. മോളെ, കണ്ണു തുറന്നേ മോളെ. മോളെ, നീ മോളെ നോക്കൂ, ഞാൻ കരുക്ക് വെട്ടിക്കൊണ്ടുവരാം. മോളെ, മോളെ, തുളസി മോളെ, ഈശ്വര, മോളെ, മോളെ കണ്ണു തുറക്ക്. ഞാൻ പറഞ്ഞതല്ല നിന്നോട് പട്ടിണി കിടക്കരുതെന്ന്. മോളെ, മോളെ, തുളസി, എന്തിനു മോളെ പട്ടിണി കിടന്ന് വ്രതം അനുഷ്ഠിക്കുന്നത്? എത്ര നേരമായിട്ടുള്ള പ്രാർത്ഥന ഇത്. ഇത്ര കഠിന വ്രതം എടുക്കാൻ മാത്രം വലിയ തെറ്റൊന്നും എന്റെ മോള് ചെയ്തിട്ടില്ല. എന്തെങ്കിലും കഴിക്കാം നമുക്ക്. എനിക്ക് വിശപ്പില്ലമ്മ. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയുടെ ഫലമൊന്നും കുറഞ്ഞു പോവില്ല.
വിശക്കാതെ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നേ? അതൊക്കെ നീ വെറുതെ പറയുന്നതാ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നീ ഇരുന്നിടത്ത് നിന്നും അത് കഴിപ്പിക്കാതാക്കിയത് ഞാന്. അമ്പലത്തിൽ പോയി യോഗിയെ കണ്ട് വന്നതിന് ശേഷം കഴിക്കാമെന്ന് പറഞ്ഞു. ദേ, സത്യം പറഞ്ഞ ഇന്നലെ രാത്രി നീ കഴിച്ചതല്ലേ? വന്ന് വല്ലതും കഴിക്കും. വ്രതം മുഴുവിപ്പിക്കട്ടെ, അതിനുശേഷം മതി ഭക്ഷണം. കഴിക്കും. ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഈ കരി കഴിക്കും. വേണ്ട അച്ഛാ. ഈ കരിക്ക് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതെങ്കിലും കഴിച്ചില്ലെങ്കിൽ നീ ഇനിയും തളർന്നു വീഴും. പൂജ മുഴുവിപ്പിക്കാൻ കഴിയാതെ വരും. എനിക്ക് അതവിടെ വച്ചേക്ക്, ഞാൻ കഴിച്ചോളാം. ഒന്നുമില്ല, നീ കഴിച്ചിട്ടേ ഞങ്ങള് പോകും. കുടിക്ക്. നിങ്ങൾ ഇതിനു മുമ്പ് എന്റെ മുന്നിൽ എത്തിയപ്പോ തന്നെ ഞാൻ നിങ്ങളുടെ മനസ്സ് വായിച്ചതാ. ഉള്ളിൽ കൊണ്ടു നടക്കുന്ന രഹസ്യങ്ങൾ പുറത്തു പറയാതിരുന്നാൽ ഇനിയും നിങ്ങൾക്കിപ്പോഴുള്ള ഈ രോഗത്തെ പോലും അതിജീവിക്കാനായെന്നു വരില്ല. സത്യമാണ് സ്വാമി. എപ്പോഴും ഉള്ളിൽ തെറ്റ് ചെയ്തു പോയി എന്നൊരു തോന്നല് അവശേഷിക്കുന്നു. അരുതാത്ത പ്രവൃത്തികള് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യരുതെന്ന് മോഹിച്ചിരുന്ന ഒരാളാ ഞാൻ. പക്ഷേ സാരമില്ല. കഴിഞ്ഞുപോയതിനെ കുറിച്ചുള്ള സങ്കടങ്ങളല്ല, വരാനുള്ളതിനെ എങ്ങനെ നേരിടണമെന്നുള്ളതിലാ മനസ്സും ശരീരവും സജ്ജമാകേണ്ടത്. ഞാനിനി എന്താ സ്വാമി ചെയ്യേണ്ടത്? എല്ലാം ശിവഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ടു പോവുക. അതുമാത്രമേ വഴിയുള്ളൂ. എന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞ് അത് ഒരുപാട് പേരെ ബാധിക്കും സ്വാമി. നിങ്ങളെ ബാധിക്കാതെ നോക്കുകയല്ലേ ആദ്യം വേണ്ടത്. മാത്രവുമല്ല, നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞില്ലെങ്കിൽ എത്ര പേരെ അത് ബാധിക്കും? അതുകൂടി നോക്കണ്ടേ? ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ്. സത്യങ്ങൾ പുറത്തറിയിക്കാതെ കൊണ്ടു നടക്കും. അവസാനം സ്വയം പീഡനം ഏറ്റുവാങ്ങി സ്വയം എരിഞ്ഞു തീരും. അയ്യോ, എന്റെ പൊന്നു സെൽവാന്റി, ഞാൻ എന്താണേലും ചെയ്തരാ. എനിക്ക് കൈക്കൂലി തന്നെ എന്നെ സ്വാധീനിക്കാൻ നോക്കുക അല്ലേ? അതൊന്നും നടക്കില്ല മോളെ. എന്റെ ദുർഗേച്ചിയെ ചതിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ കൂട്ടു നിൽക്കില്ല. അതെ, നീ രാത്രി അടുക്കള കയറി കട്ട് തിന്നെന്ന് സമ്മതിക്കടി. എന്താ ഇവിടെ? എന്താ ഒരു ബഹളമൊക്കെ? അല്ല, അത് ദുർഗേച്ചി. ദുർഗാന്റെ ഒന്നുമല്ല. ഈ സുലാന്റി ചോദിക്കുവാ ഞാൻ വ്രതം തെറ്റിച്ച് ഭക്ഷണം കഴിച്ചോന്ന്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് സുലാന്റി വിശ്വസിക്കുന്നില്ല. വ്രതം തെറ്റിച്ചാ ഫലം ഉണ്ടാവില്ല, നഷ്ടം നിനക്ക് തന്നെയാ. ഞാനിതെല്ലാം നിന്നോട് ഇന്നലെ രാത്രി പറഞ്ഞതല്ലേ? ഞാൻ വ്രതം തെറ്റിച്ചിട്ടില്ല ആന്റി. നോക്കിക്കോ, ഈ പൂജ കഴിയുമ്പോ എനിക്ക് ആദ്യേട്ടനെ കിട്ടും. എന്നെ ആദ്യേട്ടൻ മാരി ചെയ്യും. ആ വിശ്വാസം വേണം, എങ്കിലേ ഫലം കിട്ടും. അവിടെ ഒറ്റക്കാലി തപസ് ചെയ്യുന്നാ കേട്ടത്. ഞാനും ഒറ്റക്കാലിൽ നിൽക്കും. ഒറ്റക്കാലി നിൽക്കാൻ പറ്റിയ ഒരാള് 10 പെറോട്ടൻ 2 ബിരിയാണി ഒറ്റയടിപ്പിന് തട്ടുന്ന ആളാ വ്രതം നോക്കുന്നത്. ദുർഗാന്റി, ഈ സുലുവാന്റിനെ കളിയാക്കുന്ന നോക്കി. ഞാൻ കളിയാക്കിയൊന്നുമല്ല, സത്യം തന്നെയാ പറഞ്ഞത്. നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. വ്രതം തെറ്റാതിരുന്നാ എല്ലാവർക്കും നല്ലതാ. അത് തന്നെ. ഡാഡി മമ്മി വീട്ടിലില്ല, തടയാനും ആരുമില്ല. ഫ്രിഡ്ജിലിരിക്കുന്ന ഫുഡ് മുഴുവൻ അടിച്ചോ. പക്ഷെ ചേച്ചി, ഞാൻ കേട്ടത് തുളസിക്കെതിരെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണല്ലോ. ഓ, അങ്ങനെയും കേട്ടു അല്ലേ? അത് നന്നായി. എല്ലാം നേരത്തെ അറിഞ്ഞിരിക്കുന്നതല്ലേ നല്ലത്. ചേച്ചി, തുളസിക്ക് ദോഷം ഉണ്ടാവുന്ന ഒന്നും ചെയ്യരുത്. ദോഷം ഉണ്ടാകുന്നത് ഞാൻ ചെയ്യരുതെന്ന് നീ പറയുന്നു. അവളോട് എനിക്ക് ദോഷമുണ്ടാകുന്നത് ചെയ്യരുതെന്ന് നീ ഇത്രയും നാളുകൾക്കിടയിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദുർഗേച്ചിക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും തുളസി മോൾ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് നിന്റെ ഈ വർത്താനം കേൾക്കുമ്പോ അത്ഭുതമാ തോന്നുന്നത്. ഈ ക്ഷേത്രമുറ്റത്ത് വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്കെങ്ങനെ സാധിക്കുന്നു? തുളസി എനിക്കും എന്റെ കുടുംബത്തിനും എതിരെ ചെയ്തതൊന്നും നിനക്ക് തീരെ ഓർമ്മയില്ലെന്ന് തോന്നുന്നു. നീ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണുന്നതാ നല്ലത്. ഓർമ്മശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ മറക്കും. ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാനിത് കേൾക്കാം. പക്ഷെ ഈ കലലാട്ടം വഴിപാടിൽ നിന്നും ചേച്ചി പിന്മാറണം. ഇത് നടക്കാൻ പാടില്ല. നീ എന്താ പറഞ്ഞ? എന്റെ ഈ വഴിപാട് നടക്കാൻ പാടില്ലെന്നോ? അത് പറയാൻ നിനക്കെന്താടി അവകാശം? ആജ്ഞാപിക്കുകയാണോ? അല്ല, അപേക്ഷിക്കുക.
തുളസി മോൾക്ക് ദോഷം വരുന്നതൊന്നും ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. തുളസിക്കെതിരെ നീ പ്രാർത്ഥിക്കണ്ട, വഴിപാടും ചെയ്യണ്ട. കാരണം നീ അവളുടെ അമ്മയാണ്. ഞാനും അവളും തമ്മിൽ ഒരു രക്തബന്ധവും ഇല്ല. അതുകൊണ്ട് ഞാൻ അവളെ ഇപ്പൊ ശത്രുവായിട്ടാ കാണുന്നത്. അന്ന് ഞങ്ങൾ വിചാരിച്ചതുപോലൊന്നും അല്ല നടന്നത്. ആദിത്യനും തുളസിയും വിവാഹിതരാവുമെന്ന് കരുതി. പക്ഷെ ദുർഗ അതിന് സമ്മതിക്കുന്നില്ല. ആ കുട്ടികളുടെ ജീവിതം 2 വഴികളിലേക്കാണ് ഇപ്പൊ തിരിഞ്ഞു പോകുന്നത്. തെറ്റ്. അതെ സ്വാമി, തെറ്റാണ് എന്റെയും പ്രിയയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്. അതിനുള്ള വഴികളാണ് ഇനി തേടേണ്ടത്. എവിടെയാ തുടങ്ങുക, എങ്ങനെയാ തുടങ്ങുക എന്നൊന്നും ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല. എന്നെ അങ്ങ് കൈവിടരുത്. ഒരു മാർഗം കാണിച്ചു തരണം. കുട്ടികൾ ദൈവത്തിന്റെ പൂക്കളാണെന്നാണ് പറയുന്നത്. അവരെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റാൻ നിങ്ങൾക്കൊരവകാശവും ഉണ്ടായിരുന്നില്ല. അതിന്റെ ശാപം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് മനസ്വസ്ഥത ഇല്ലാതാവുകയും രോഗപീഠകൾ അലട്ടുകയും ചെയ്യുന്നത്. സത്യമാണ് സ്വാമി. ഈ ജന്മത്തിൽ സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഏകാദശി നാളിൽ നടക്കുന്ന കനലാട്ട വഴിപാട് നടക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുക. മഹാത്ഭുതങ്ങൾ നടത്തിയിട്ടുള്ള മഹേശ്വരൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. അതനുസരിച്ച് മുന്നോട്ട് പോവുക. കനലാട്ടം എന്നത് ക്ഷേത്രത്തിലെ വഴിപാടാ. അതിൽ ആരൊക്കെ പങ്കെടുക്കണമെന്നും ആരൊക്കെ പങ്കെടുക്കരുതെന്നും പറയാനുള്ള അവകാശം ക്ഷേത്ര ഭാരവാഹികൾക്കോ ക്ഷേത്രത്തിലെ പൂജാരിമാർക്കോ ഇല്ല. ഞാൻ പറഞ്ഞാലൊന്നും അമ്മ കേൾക്കില്ല ആന്റി. നീ ഏട്ടനെ ഒന്ന് വിളിക്ക്. എത്രയും വേഗം ഇങ്ങോട്ട് വരാൻ പറ. അച്ഛൻ എന്തോ ഒഫീഷ്യൽ മീറ്റിംഗ് ആയിട്ട് കൊച്ചിയിലോട്ട് പോവാൻ നിൽക്കുക. പോയോന്ന് ചോദിക്ക്. പോയെങ്കിലും സാരല്ല, തിരിച്ചു വരാൻ പറയ്. അച്ഛൻ എന്ത് പറയുമെന്നറിയില്ല. എന്തായാലും വന്നേ പറ്റൂന്ന് ആന്റി പറഞ്ഞെന്ന് പറ. എന്ത് അത്യാവശ്യമാണെങ്കിലും മാറ്റി വെച്ച് വന്നേ പറ്റൂ, അല്ലെങ്കിൽ അപകടമാ. ദുർഗേച്ചി, കനലാട്ടം നടത്താൻ പാടില്ല. ശരി, ഞാൻ അച്ഛനെ വിളിക്കാം. ആദി പറ. അച്ഛാ, അച്ഛൻ ഇവിടെ വന്നില്ലെങ്കിൽ പ്രശ്നമാ. അമ്മയോട് ആരും പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. എടാ, ഞാനൊരു ഏർജന്റ് മീറ്റിംഗിന് വേണ്ടി കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ പറ്റില്ല. ദേ, എന്റെ അടുത്ത് പ്രിയാന്റി ഉണ്ട്. ഞാൻ പ്രിയാന്റിക്ക് ഫോൺ കൊടുക്കാം. ഏട്ടാ, ദുർഗേച്ചി വലിയ അപകടത്തില. ഏട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം. എന്റെ പ്രിയ, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഇപ്പൊ തടഞ്ഞില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടൻ വരണം, വന്നേ പറ്റൂ. ഇതിനു മുൻപ് ഞാൻ ഇങ്ങനെ ഏട്ടനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പ്ലീസ് ഏട്ടാ. ശരി, നീ ഫോൺ വെക്ക. അന്ന് ദുർഗയ്ക്ക് ജനിച്ചത് പെൺകുഞ്ഞായിരുന്നു. പ്രിയയ്ക്ക് ആൺകുഞ്ഞും. ഡോക്ടർ എന്തായി പറയുന്നത്? ഞങ്ങൾക്കാണ് ആൺകുഞ്ഞ് ജനിച്ചത് ആദി. പ്രിയയ്ക്കും ജയനുമാണ് തുളസിമോൾ ഉണ്ടായത്. ഡോക്ടർക്ക് എന്താ കൺഫ്യൂഷനായോ? സത്യമാണ്, എന്നെ വിശ്വസിക്കണം. അന്ന് പ്രിയ കുഞ്ഞിനെ മാറ്റാൻ ശ്രമിച്ചുവെന്ന് ദുർഗ സംശയിച്ചത് സത്യമായിരുന്നു. യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ മാറ്റിയതിനു ശേഷമാണ് ഇക്കാര്യം ദുർഗ ശ്രദ്ധിക്കുന്നത്. പ്രിയ അതെന്തിനു ചെയ്തു?
ഞാൻ അന്ന് തന്നെ ഇക്കാര്യം പ്രിയയോട് ചോദിച്ചതാ. ലോകത്താരും ചെയ്യാത്ത ഈ പ്രവൃത്തി എന്തിനു ചെയ്തു എന്ന് ഞാൻ ചോദിച്ചപ്പോ പ്രിയ പറഞ്ഞ ഉത്തരം ദുർഗേച്ചി കൂടി വഴിപാട് നടത്തിക്കരുത്. നടത്തിക്കരുത്. നമ്മുടെ തുളസി മോൾക്കെതിരായി വഴിപാട്. ദുർഗ വേണ്ട. ദുർഗ പറയുന്നേക്ക്. ദുർഗ പറയുന്നേക്ക്. ദുർഗ പ്ലീസ് ചെയ്യരുത്. ഇതെന്റെ വഴിപാടാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാ. ദുർഗ ഞാൻ പറയുന്നത് നീ അനുസരിക്കേ. ഈ വഴിപാട് നീ നടത്തേണ്ട ആവശ്യമില്ല. നീ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. എനിക്കിത് ചെയ്യണം. എനിക്ക് ഈ വഴിപാട് പൂർത്തിയാക്കിയ വേണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് പറയുന്നേക്ക് ദുർഗ. അമ്മ വേണ്ട. ദുർഗ വേണ്ട. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ദുർഗ നീ എന്തായി കാണിക്കുന്നത്? ദൈവങ്ങൾക്ക് പ്രാർത്ഥന മതി. സ്വന്തം ജീവൻ വെച്ച് നടത്തുന്ന ഒരു ബലിയും ഒരു ദൈവം സ്വീകരിക്കില്ല. വേണ്ടമ്മേ. അന്ധവിശ്വാസം കൊണ്ടല്ല ഈശ്വര പൂജ ചെയ്യേണ്ടത്. ദുർഗ ശുദ്ധമായ മനസ്സ്, കളങ്കമില്ലാത്ത പ്രവൃത്തി, ഉള്ളറിഞ്ഞുള്ള ഭക്തി, സത്യമുള്ള ജീവിതം, ഇതൊക്കെയാണ് ഈശ്വരനോടുള്ള പ്രാർത്ഥന. ഞാൻ പറയുന്നത് കേൾക്കണോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്നോട് നടക്കാനാ പറഞ്ഞ. അച്ഛാ, കൃത്യസമയത്ത് അച്ഛനോട് വന്നത്. അമ്മ കനലിൽ കൂടെ നടന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വലിയൊരു അപകടത്തിൽ നിന്നാ അച്ഛൻ എല്ലാവരെയും രക്ഷപ്പെടുത്തിയത്. തുളസിക്കെതിരെ അമ്മ ഇങ്ങനൊരു പൂജ നടത്തുമെന്ന് ഞാൻ കരുതിയില്ല. ജയന്റെയും പ്രിയയുടെയും മകൻ. എന്താ അച്ഛാ? അച്ഛനെന്താ ഇങ്ങനെ നോക്കുന്നത്? എന്താ എന്താ അച്ഛാ? ഒന്നുമില്ല. സാരമില്ല അച്ഛാ. ഇന്ന് നടന്നോന്ന് ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. എല്ലാം കലങ്ങി തെളിയ. അതിന്റെ തുടക്കമാണെന്ന് കരുതിയാ മതി. അതെ, എല്ലാം കലങ്ങി തെളിയ. ചില സത്യങ്ങൾ നമ്മൾ എത്ര കാലം മറച്ചു വെച്ചാലും അത് ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും, അല്ലേ സാർ? പോലീസ് ഭാഷയിൽ പറഞ്ഞ എത്ര മികച്ച കുറ്റവാളിയും ഒരു തെളിവ് അവശേഷിപ്പിക്കും. ആ തെളിവ് അയാളിലേക്കുള്ള വഴിയായിരിക്കും. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഇവിടെ ഇപ്പൊ എന്ത് സത്യം വെളിപ്പെട്ടത്? അമ്മയുടെയും തുളസിയുടെയും വഴക്കിനെ കുറിച്ച് ഓർത്തപ്പോ പറഞ്ഞതാ. നമ്മൾ എത്ര പ്രാവശ്യം അവരെ ചേർത്ത് നിർത്താൻ നോക്കി, എല്ലാ ശ്രമങ്ങളും പൊളിയുകയും ചെയ്തു. അപ്പൊ അതിന് പിന്നിൽ തക്കതായ കാരണങ്ങളുണ്ട്. ആ കാലം ആ കാരണത്തെ കണ്ടെത്തും, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണാവോ എല്ലാവർക്കും നഷ്ടപ്പെടുന്ന എന്റെ ചിന്ത. നഷ്ടപ്പെടുന്നു? എന്ത് നഷ്ടപ്പെടുന്നുടാ നീ പറഞ്ഞു വരുന്നേ? അച്ഛാ, എന്ത് നേട്ടം ഉണ്ടാവുമ്പോഴും ചില നഷ്ടങ്ങൾ അതിനൊപ്പം ഉണ്ടാവും അച്ഛാ.
ഈ നേട്ടങ്ങളുടെ സന്തോഷത്തില് നമ്മളാ നഷ്ടങ്ങളെ മറക്കും. ചിലപ്പോ അതിനെ കണ്ടില്ല എന്നടിക്കും. ആദി, നീ ഇങ്ങനൊന്നും പറയല്ലേ. ഒരു നഷ്ടവും നമുക്കുണ്ടാവാൻ പാടില്ല. നീ എന്നും ഈ അച്ഛനോടൊപ്പം ഉണ്ടാവണം. അച്ഛന്റെ സ്നേഹം എനിക്ക് എന്നും ശക്തി പകർന്നു തന്നിട്ടുള്ളത്. ചെറുപ്രായം മുതല് അമ്മയ്ക്കെന്നും പരാതിയും പരിഭവം മാത്രമായിരുന്നു. പക്ഷെ അച്ഛൻ എന്നെ എന്നും എന്തിനും പ്രോത്സാഹിപ്പിക്കും. ഏട്ടന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ പോലും നൽകാൻ ലോകത്ത് വേറെ ആരും തയ്യാറാവും. നിന്റെ അത്രയും വലിയ മനസ്സ് ആർക്കൊണ്ടടി? സത്യം അറിയുമ്പോ പ്രസ എങ്ങനെ പ്രതികരിക്കുമെന്ന് പേടിച്ചിട്ടാ ഞങ്ങൾ ഇതുവരെ ഒന്നും തുറന്നു പറയാതിരുന്നത്. അവള് ഞങ്ങളുടെ മകളായി ഇവിടെ തന്നെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. തോൽപ്പിച്ചു കളഞ്ഞു തുളസി മോളെ. സ്വന്തം മോളെ പോലെ അവൾക്കൊരു കുറവ് വരുത്താതെ ഇത്രയും കാലം നിങ്ങൾ വളർത്തിയില്ലേ, എന്നെ തോൽപ്പിച്ചില്ലേ? സ്വന്തം മകനാണെന്ന് അറിയാമായിരുന്നിട്ട് ആദ്യം നിങ്ങക്ക് മാറ്റി നിർത്തേണ്ടി വന്നില്ലേ? ഇല്ല ഏട്ടാ, ഏട്ടന്റെ കൂടെയല്ല. അവനവരെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പല്ല. എന്നാലും അങ്ങനെയല്ലല്ലോ മോളെ. ഞാൻ മനസ്സിലാക്കിയാലും എത്രയോ അപ്പുറത്താ നീ ജയന് കാണിച്ച കാരുണ്യം. അത് മാത്രം എനിക്കറിയാം. പ്രസാദ്, തൽക്കാലം ഈ സത്യങ്ങളൊന്നും തന്നെ തുളസിമോളും ആദിമോനും ഇപ്പൊ അറിയണ്ട.